നമസ്കാരം. നമ്മളെ സംബന്ധിച്ചിടത്തോളം സംഭവ ബഹുലമായ ഒരു വർഷമാണ് പിന്നിടുന്നത്. അതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട ഒരു വർഷത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. അറിയാതെ സ്വപ്നത്തിലാണെന്ന് തോന്നുന്നു. ഇന്നത്തെ പരിപാടിക്ക് കൊടുക്കേണ്ട ടൈറ്റിലിന് ഇങ്ങനെ ഓർമ്മ വരുന്നതായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നു. ഏത് ടൈറ്റിലാണ് കൊടുക്കേണ്ടതെന്ന്. അതിന് കാരണം 3 കപ്പലുകൾ നമ്മുടെ ബർത്തിൽ രണ്ട് കപ്പലുകൾ പ്രവേശിക്കുമോ എന്നുള്ളൊരു സംശയമായിരുന്നു. ഒരു റെക്കോർഡ് ഇടുമോ, ഈ ഡിസംബർ മാസം ഒരു റെക്കോർഡ് ആയിരിക്കുമോ എന്നുള്ളതുമായി കണക്ട് ചെയ്തായിരുന്നു ആ ചിന്തകൾ വന്നത്. കിടക്കുന്നതിന് മുമ്പ് തന്നെ അങ്ങനെ ചിന്തിച്ചിരുന്നു. പക്ഷെ ഉറക്കത്തിൽ പോലും എനിക്ക് ആ കപ്പൽ പ്രവേശിക്കുന്നതിനെ കുറിച്ചും ആ ടൈറ്റിൽ എങ്ങനെ കൊടുക്കണമെന്നതിനെ കുറിച്ചൊരു അബോധ മനസ്സാണോ ഉപബോധ മനസ്സാണോ എന്നറിയില്ല. ടെസ്സ, ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകളിൽ ഒന്നിപ്പോൾ ബർത്തിലുണ്ട്. പ്രസന്റേഷൻ എടുക്കുന്ന സമയത്ത് ബർത്തിലുണ്ട്. 399.8 മീറ്റർ നീളം. നമ്മുടെ ജെയ്റ്റ് സർവീസിലെ കപ്പലുകളെല്ലാം ഉപേക്ഷിച്ചു എന്ന് വലിയ പ്രചരണം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിന് തുല്യമായ കപ്പലാണ് MSC ടെസ്സ. സന്തോഷകരമായ ആ കാഴ്ച കാണുമ്പോഴും MSC സബ്രീന 3 പുറംകടലിൽ വന്നിട്ട് ഇപ്പൊ ഏകദേശം 4 ദിവസമാകുന്നു. ദാറുൽ സലാം എന്നാണ് വന്നത്. ടാൻസാനിയയിലെ ദാറുൽ സലാം എന്ന് വന്നിട്ട് പക്ഷെ കപ്പൽ പ്രവേശിക്കുന്നില്ല. അതാണ് നമ്മളെ നിരാശപ്പെടുത്തുന്നത്. അപ്പോൾ ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാതിരിക്കാൻ ഒരു കാരണം അതാണ്. 28-12-25 ഏകദേശം വൈകുന്നേരത്തോടു കൂടി ഇവിടെ എത്തിയിട്ടും ഈ പ്രസന്റേഷൻ എടുക്കുന്നത് വരെ കപ്പൽ ബർത്ത് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് സാങ്കേതിക തകരാറാണ്. അറ്റകുറ്റപ്പണി കേന്ദ്രം അത്യാവശ്യമാണ് എന്നുള്ളത് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ്. ഇപ്പം 4 ദിവസമായിട്ട് കപ്പൽ പ്രവേശിച്ചില്ലെങ്കിൽ എത്രത്തോളം നഷ്ടമാണ് നമ്മുടെ തുറമുഖത്തിനും കപ്പൽ കമ്പനിക്കുമൊക്കെ ഉണ്ടാകുന്നത്. ഒരു കപ്പൽശാലയും അതിന്റെ തുടക്കമെന്നുള്ള നിലയ്ക്ക് അറ്റകുറ്റപ്പണിക്കുള്ള കേന്ദ്രവും വളരെ അത്യാവശ്യമാണെന്ന് സബ്രീന 3 നമ്മളോട് പറയുന്നു. അതുകൊണ്ട് സബ്രീന 3ക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല. ടെസ്സയുടെ നീളം 399.8 മീറ്ററാണ്. പിന്നെ പുറംകടലിലുള്ളത് സാന്റാ ലീനിയ എന്ന് പറയുന്ന കപ്പലാണ്. 336.71 മീറ്റർ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രവേശിക്കാൻ പറ്റില്ല എന്ന ഏകദേശം ഒരു ചിത്രം നമുക്ക് കിട്ടുന്നു. 2 കപ്പലുകളുടെയും കൂടി ദൈർഘ്യം വരുന്നിട്ട് 736.51 മീറ്റർ. അപ്പോൾ 800 മീറ്റർ കഷ്ടിച്ച് ഈ ക്ലിയറൻസ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ സാന്റാ ലീനിയയ്ക്ക് പ്രവേശിക്കാൻ കഴിയില്ല എന്നും മനസ്സിലാവുന്നു. അപ്പൊ 2 കപ്പലുകൾ പുറംകടലിൽ കിടക്കുമ്പോൾ നമ്മുടെ റെക്കോർഡ് 54 കപ്പലിൽ നിൽക്കുകയാണ്. ഇപ്പോൾ 55 പോലും ആകുന്നില്ല. സബ്രീന ശരിയായിരുന്നെങ്കിൽ സബ്രീന പ്രവേശിക്കുകയും 55 എന്ന കഴിഞ്ഞ മാസത്തേന് തുല്യമെങ്കിലും ആകുമായിരുന്നു. പക്ഷേ യന്ത്ര തകരാർ അത് തടസ്സമാകുന്നു. ബർത്തിന്റെ നീളം സാന്റാ ലീനിയയ്ക്ക് തടസ്സമാകുന്നു. അപ്പൊ ഇതെല്ലാം പരിഹരിക്കപ്പെടേണ്ട വിഷയമാണ്. ബർത്തിന്റെ നീളം അടിയന്തരമായി കൂട്ടണം, അറ്റകുറ്റപ്പണി കേന്ദ്രം അടിയന്തരമായി ആരംഭിക്കണം തുടങ്ങിയ 2 വിഷയങ്ങളാണ് ഈ പറയുന്ന നമ്മുടെ റെക്കോർഡ്. ഡിസംബർ മാസത്തിലെ 56 വെസൽ എന്നുള്ള ഒരു 2 കപ്പൽ പുറംകടലിൽ കിടക്കുമ്പോൾ തീർച്ചയായും 56 കപ്പലുകൾ സാധ്യമായിരുന്നു. പക്ഷെ ആ റെക്കോർഡ് നമുക്കിടാൻ പറ്റാതെ പോകുന്നതാണ് നമ്മുടെ പോർട്ടിന്റെ പരിമിതികൾ. അത് അതിജീവിക്കുവാൻ ബന്ധപ്പെട്ടവർ, അദാനി ഗ്രൂപ്പും സർക്കാരും, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, ഇപ്പോൾ BJPയുടെ കോർപ്പറേഷൻ ലഭിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കപ്പൽശാല എന്ന് പറയുന്ന ആവശ്യത്തിന് വലിയ പ്രാധാന്യം കൈവരികയാണ്. ഇതുപോലുള്ള കപ്പലുകൾ സബ്രീന 3 പോലുള്ള കപ്പലുകളുടെ അറ്റകുറ്റപ്പണി കാരണം ബർത്തിങ് വൈകുന്നത് നമ്മുടെ പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം വളരെ ക്ഷീണമുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് എല്ലാവർക്കും, കോർപ്പറേഷനും സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും വലിയ പങ്കുള്ള വിഷയമാണ് ഈ അനിശ്ചിതാവസ്ഥ. റോഡ് കണക്ടിവിറ്റിയുമായിട്ടുള്ള ഒരു കത്താണ്. PK ജയകുമാരിയാണോ ജയകുമാറാണോ എന്ന് എനിക്കറിയില്ല. രണ്ടുപേരായാലും ഒരുപോലെയാണല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം. ക്ലോവർ ലീഫ് സംവിധാനം നിലവിൽ വരുന്നതുവരെ സർവീസ് റോഡ് വഴി മാത്രമേ NH66 പ്രവേശിക്കാൻ കഴിയൂ. വടക്കോട്ട് പോകുമ്പോൾ കഴക്കൂട്ടം മുതലുള്ള പണികൾ ഒച്ചിഴയുന്ന വേഗത്തിൽ നീങ്ങുന്നു.
ഇവിടെ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ ഈ കണ്ടെയ്നർ റോഡിലോട്ട് കയറുക, കേരളത്തിന്റെ വടക്കോട്ടും തെക്കോട്ടും പോവുക, തമിഴ്നാട് വഴി ദേശീയപാതയിലോട്ട് പോവുക തുടങ്ങിയ കാര്യങ്ങളിൽ ഇവിടെ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ എന്നുള്ളതാണ് പ്രധാന വിഷയം. അങ്ങനെ ഉണ്ടെങ്കിൽ ക്ലോവർ ലീഫൊക്കെ ഇതിനുമുമ്പ് എപ്പോഴേ വരേണ്ടതാണ്. പക്ഷെ അതേ സമയത്ത് നമ്മളെല്ലാം ഇങ്ങനെ പുതിയ പുതിയ കാലത്തിലോട്ട് പോകുമ്പോൾ ഈ ക്ലോവർ ലീഫ് അപകടം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് മിസ്റ്റർ അബു എന്ന് പറയുന്ന ഗൾഫില് ഈ രംഗത്ത് വളരെ പ്രാവീണ്യം സിദ്ധിച്ച ഒരു എഞ്ചിനീയർ, തലസ്ഥാനവാസിയായ അദ്ദേഹം പറയുന്നത് അത് ഒരു അത്ര സക്സസ്ഫുൾ അല്ല ഈ ക്ലോവർ ലീഫ്. അതുകൊണ്ട് നമുക്ക് പറ്റിയ ഒരു മോഡൽ ഏതാണെന്ന് നമ്മൾ ഇനിയും വളരെ ഗൗരവത്തോടെ പഠിക്കേണ്ട വിഷയമെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അപ്പൊ അതുകൊണ്ട് സംസ്ഥാന സർക്കാർ ഏത് ലീഫായാലും കൊള്ളാം, ബുദ്ധിമുട്ടില്ലാത്തൊരു പാത റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനം. രണ്ടാമത്, ഈ പാതയിൽ പണിക്കു വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള തിരിച്ചുവിടൽ കണ്ടെയ്നർ നീക്കത്തിന് വലിയ തടസ്സമാണ്. അതിനാൽ ഗേറ്റ് തുറന്നതുകൊണ്ട് മാത്രം പ്രശ്നം തീരുന്നില്ല. ഇത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ്. കാരണം തമിഴ്നാട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ പെട്ടെന്ന് പോർട്ടിൽ നിന്ന് ഇറങ്ങുന്ന കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ 40 ഫീറ്റും 20 ഫീറ്റും ഒക്കെ റോഡിലോട്ട് ഇറങ്ങുമ്പോൾ മതിയായ സുരക്ഷ ഒരുക്കിയിട്ടില്ലെങ്കിൽ വലിയ തോതിലുള്ള അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. അവസാനം പോർട്ട് കാരണം ഇവിടെയെല്ലാം അപകടമുണ്ടാകുന്നു എന്നുള്ള വലിയ പ്രചരണം ചിലർ കാത്തിരിപ്പുണ്ട്. അവർക്ക് വടി കൊടുത്ത് അടി വാങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. വലിയ മുൻകരുതൽ എടുത്തില്ലെങ്കിൽ, ഞാൻ അതിനെ സംബന്ധിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ജയകുമാർ പറയുന്നത് ഈ പാതയിൽ പണിക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള തിരിച്ചുവിടൽ കണ്ടെയ്നർ നീക്കത്തിന് വലിയ തടസ്സമാണ്. സാധാരണ ആളുകൾക്ക് പോലും ഇത്തരം പ്രശ്നങ്ങളുടെ ഗൗരവം ബോധ്യമുള്ളപ്പോൾ ദേശീയപാത അതോറിറ്റിയും കേരള ഗവൺമെന്റും പിന്നെന്താണ് നാറ്റ്പാക്, ഒരുപാട് ഏജൻസികളുണ്ട്, അദാനി ഗ്രൂപ്പ്, എല്ലാവരും വിഷയം വളരെ ഗൗരവത്തോടെ പഠിച്ചിട്ട് വേണം, എന്ന് പറഞ്ഞാൽ അനിശ്ചിതമായി നീട്ടിക്കൊണ്ടു പോകാനല്ല, ജനുവരി 15 തന്നെ തുറക്കണം. പക്ഷേ അപകടരഹിതമായ ഒരു പാതയായിരിക്കണം എന്നുള്ള കാര്യമാണ് സെയിലിംഗ് കമന്ററി ഓർമ്മിപ്പിക്കുന്നത്. അതുപോലെ തന്നെ കാരോടിന് തെക്കോട്ടുള്ള പണിയും മന്ദഗതിയിൽ തന്നെയാണ് നടക്കുന്നത്. നാഗർകോവിൽ കഴിഞ്ഞ് കന്യാകുമാരി ചെന്നൈ NH വരെയുള്ള ഭാഗം വളരെ മോശമാണ്. തമിഴ്നാട് ഒരു താല്പര്യവും കാണിക്കുന്നില്ല. തമിഴ്നാട് അങ്ങനെ താല്പര്യം കാണിക്കാതിരിക്കാൻ ന്യായമില്ല. കാരണം അവർ ഈ പോർട്ടിന്റെ എല്ലാ പ്രയോജനവും എടുക്കാനുള്ള മുൻകരുതലാണ്. പക്ഷേ ഈ പറയുന്ന തരത്തിൽ വേഗത കുറവെന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ഇവിടെ ഇടപെടേണ്ടത് ആരാണ്? സംസ്ഥാന സർക്കാരും പ്രത്യേകിച്ച് നമ്മുടെ MP, തലസ്ഥാനത്തെ MP, ഈ പറയുന്ന റോഡ് കണക്ട് ചെയ്യുന്നത് വരെ വോട്ടേഴ്സ് ഉള്ള MP, അദ്ദേഹത്തെ തിരുവനന്തപുരത്തുകാർ ചെയ്ത അബദ്ധം തിരുവനന്തപുരത്തുകാർ തന്നെ അനുഭവിക്കുക. കാരണം അദ്ദേഹത്തിനാണ് കേരള സർക്കാരിനെയും തമിഴ്നാട് സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും ഒരു മേശയ്ക്ക് ചുറ്റും കൊണ്ടുവന്ന് ഈ പ്രശ്നം പരിഹരിക്കേണ്ടത് ഇവിടുത്തെ MP ആണ്. പക്ഷെ നിർഭാഗ്യവശാൽ ഈ വിഷയത്തിൽ വളരെ ഗുരുതരമായ വീഴ്ച അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വന്നു. അതുകൊണ്ട് അദ്ദേഹം ഇത് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നത് വലിയ മണ്ടത്തരമാണ്. വേറെ ആരെങ്കിലും മുൻകൈ എടുത്ത് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കണം. സാധാരണ ആളുകൾ പോലും ഈ കാര്യങ്ങളിൽ വളരെ ജാഗ്രതയോടെ പഠിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുമ്പോൾ ചുമതലപ്പെട്ടവർ എവിടെയാണ് എന്നുള്ളത് വലിയ പ്രശ്നമാണിത്. തലസ്ഥാനത്തിന്റെ മാത്രം ദുര്യോഗമാണെന്ന് ഒരുപാട് തവണ ആവർത്തിച്ചിട്ടുണ്ട്. എന്തായാലും 2025 പിന്നിടുന്നു. 2026 നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ സാധ്യതകളിലോട്ട് വഴി തുറക്കുന്ന, കടൽ തുറക്കുന്ന ഒരു കാലമായിരിക്കും. അതുകൊണ്ട് അത്തരമൊരു നാളേക്ക് വേണ്ടിയുള്ള ശുഭ പ്രതീക്ഷ നമുക്ക് കൈവിടാതെ മുന്നോട്ട് കൊണ്ടുപോകാം.